നമ്മളെ പറയണ്ട എന്ന് വിചാരിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഉസ്താദുമാരുടെ വിഷയം. കാരണം അത് പറയുമ്പോ കുറെ ആൾക്കാർ ഞങ്ങളെ മതവിരുദ്ധരാക്കുന്നുണ്ട്. അതായത് ഉസ്താദുമാരെ പറഞ്ഞാൽ എന്താ പറയാ, എന്ത് കിട്ടുന്ന അറിയാം, പലതും നമുക്ക് ശാപം കിട്ടും. ശാപം കിട്ടും. ഇന്ന് ഒരാള് പറഞ്ഞു ശാപം കിട്ടുട്ടോ ഉസ്താദുമാര് പറഞ്ഞാൽ. ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിനും മതത്തിനും വേണ്ടി എന്താ പറയാ പ്രവർത്തിക്കുന്ന ഉസ്താദുമാർ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവരല്ല പറയുന്നത്, ചില ആൾക്കാരുണ്ട്. അവരെ കൂടെയും പൊതുസമൂഹത്തിന് മുമ്പിൽ കോമാളികളാക്കി മാറ്റുന്ന മറ്റു ചില ഊച്ചാളികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ. അത് ഉസ്താദെന്ന് ഞാൻ വിളിക്കുന്നില്ല, ആ പേര് പറയുന്നില്ല, അവരങ്ങനെയല്ല, ആ പേരിന് അർഹരല്ല അവര്. കുറെ തലീകെട്ട് കിട്ടി കുറെ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടൊന്നും മതത്തിന്റെ പ്രൊമോട്ടേഴ്സ് ആയിട്ട് മാറുന്നില്ല, മതം പഠിച്ച ആളുകളായിട്ട് മാറുന്നില്ല. അപ്പൊ അങ്ങനെ എന്തായാലും ഇവിടെ ഒരു വീഡിയോ വെക്കുന്നുണ്ട്, ആ വീഡിയോ കണ്ടിട്ട് ബാക്കി നമുക്ക് പറയാം. കവറിലൊക്കെ ചെയ്യണ്ടോ? ഡ്രസ്സിന്റെ പ്രശ്നം വെള്ള കളറാ, പച്ച കളറുള്ള കളർഫുൾ സാധനം 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം. കളർഫുൾ ആയിട്ടുള്ള ഇതാണ് കാണിച്ചു കൊടുക്കുക, പെണ്ണുങ്ങൾക്ക് മാത്രമേ കാണിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കണത്, ഇതിൽ ആദ്യം തന്നെ ചോദിക്കാനുള്ള ചോദ്യം ചോദിച്ചിട്ട് അടുത്തേക്ക് പോവാ. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞത് ഫാത്തിമ ബീവിന്റെ മൊക്കനാട്ടോ. ഇതാണ് കാണിച്ചു കൊടുക്കൂല, പെണ്ണേക്ക് കാണിച്ചു. അപ്പൊ ഇവൻ എന്താണല്ലേ, അപ്പുറത്ത് എടുത്തു കൊടുക്കുന്ന ആളാണല്ലേ, അതെന്റെ മെയിൻ ചോദ്യം. അപ്പൊ ഓലെങ്ങനെ ഇത് കണ്ട് ഇടിച്ചുള്ള ഉസ്താദാണെങ്കിൽ പോട്ടെ, മുമ്പ് ദിവ്യനാണ് വിചാരിക്കുക, എടുത്തു കൊടുക്കുന്ന ആള് ദിവ്യന്റെ സാധനമൊക്കെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സാധനമാണ്. അത് 1400 വർഷം മുമ്പ് അങ്ങനത്തെ മെറ്റീരിയൽ ഒക്കെ മനുഷ്യന് യൂസ് ചെയ്തിട്ടുണ്ടോ? അല്ല, അങ്ങനത്തെ ആൾക്കാരെ പോട്ടെ, ഒരു കഴിവുള്ള ആൾക്കാരെന്നുള്ള രീതിയിൽ പോട്ടെ ഇതാ. പക്ഷെ ഇത് എങ്ങനെ കിട്ടി, അതാണ് ഒരു ചോദ്യം. ഇനി അതും പോട്ടെ, നബി തങ്ങള് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളുടെ ഇത്തരത്തിൽ ഇതിന്റെ ഇടയിലുണ്ടെന്ന് മുടി കിട്ടിയ ഒരു പരിപാടി, വെള്ളത്തിലിടുക, എന്നിട്ട് കലക്കിയിട്ട് ആ വെള്ളം കുടിക്കാൻ അങ്ങനെ വൻ മണ്ടത്തരങ്ങൾ കുറെ ഉണ്ടായിരുന്നു. അതിനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മെയിൻ ആയിട്ട് ഞാൻ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് കേട്ടിരുന്നു, ഈ മറ്റേ എന്താണല്ലേ അന്ന് നിരീശ്വരവാദിയാണല്ലേ, ഇജ്ജ് ഇങ്ങനെ ഞങ്ങൾക്ക് നരകത്ത് പോയി കിടക്കേണ്ടി കേട്ടോ പറഞ്ഞിട്ടൊക്കെ. അല്ല, ഇബലൊക്കെ പറഞ്ഞതിന്റെ പേരിലൊക്കെ അങ്ങനെ സംഭവിക്കുക വെച്ചാൽ പിന്നെ ഒന്നും പറയാനില്ല. ഇതെന്താ അറിയോ, പേടിച്ചിട്ട് മിണ്ടാത്ത കുറെ ആളുകളുണ്ട്. അല്ല, ഇത് കണ്ടിട്ട് കാണുന്ന ആളുകളുടെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അത്ഭുതമാണ്. ചെറിയ അടിച്ച് പൊട്ടിച്ച കണ്ടോ, പോടാ പെരിയ നാട്ടി വിടണ്ടോനെ. എന്നിട്ട് അത് കേട്ടിട്ട് അന്ന് ആത്മീയത എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് കച്ചവടത്തിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ആത്മീയത എന്ന് പറയുന്നത്. അത് വിശ്വാസപരമായിട്ട് കുറെ സംഭവങ്ങൾ ഉണ്ടാവും, അത് ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ എങ്ങനെ സഹിക്കേണ്ടതാണ്, ഭയങ്കര ഓവറായി പോകും, ഒരു ലോജിക്കില്ലാത്ത സാധനം. എവിടെയെങ്കിലും ഖുർആനിലോ ഹദീസുകളിലോ എവിടെയെങ്കിലൊക്കെ പറയില്ല എത്രത്തിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ. കാരണം പലതും ഇപ്പൊ മുസ്ലിം വിശ്വാസപ്രകാരം പറയണത്, അല്ലാത്ത ആളുകളുടെ പോട്ടെ, മുസ്ലിം വിശ്വാസപ്രകാരം ആണെങ്കിൽ നമുക്ക് വരാൻ ഇനി ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സംഭവിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ലോകം അവസാനിക്കും, ഇങ്ങനെതാണ്, നരകണ്ട് സ്വർഗണ്ട് എന്നൊക്കെ പറഞ്ഞ പടച്ചോ നിർബന്ധമായിട്ടും പറയില്ലേ, നാളെ ഇത്ര കാലം കഴിയുമ്പോൾ ഇത് കിട്ടും എന്ന് പറയേണ്ടതാണ്. അവിടെ തന്നെ ഈ പട്ടികാട് കിടക്കണം, ഇയാൾക്ക് ഇതെങ്ങനെ കിട്ടുക, എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് സൗദി അറേബ്യയിലാണ്. സൗദി അവിടെ മറ്റു പല രാജ്യങ്ങൾക്കും പോയിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല, അത് കൺഫേം ആണ്. പിന്നെ അത് ഒരിക്കലും അങ്ങനത്തെ അത്രയൊരു ആ സാധനം ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള സാധനമായിരിക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നബി യൂസ് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത് പ്രീഷ്യസ് ആണ്. സോ അത് സൗദി അറേബ്യ ഗവൺമെന്റിന് അത് വേണ്ട രീതിയിൽ അവർ പരിഗണിച്ചും അത് എന്താ പറയാ കീപ്പ് ചെയ്യും. അങ്ങനെ പല സാധനങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട്, സൗദിയിലുണ്ട്, നമുക്ക് വിശ്വസനീയമായ രീതിയിൽ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരു സാധനം ഇയാൾക്ക് ഇങ്ങനെ കിട്ടുക. ഞാൻ പറഞ്ഞു, അവിടുത്തെ ആൾക്കാർ കിട്ടിയപ്പോ എല്ലാരും നന്നായിക്കോട്ടെ ചെയ്തിട്ട് മുറിച്ച് കഷ്ണാക്കിട്ട് ഇതാണല്ലോ കിലോമീറ്ററോളം ഭയങ്കരമായിട്ടുള്ള മോശത്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്തുകൊണ്ട് ഇത് പറയണെന്ന് വെച്ചാൽ, വീണ്ടും നമ്മളെ ഈ എതിർത്ത് പറയുന്ന ആൾക്കാരും കുറ്റം പറഞ്ഞ ആൾക്കാരും പോയി പണി നോക്കുക, അത്രേ പറയാനുള്ളൂ. അതിന്റെ അപ്പുറം പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ സംഭവം ഒന്നും പറയാതിരിക്കാൻ കഴിയില്ല മക്കളെ. ഇതിന്റെ പേരിൽ നിങ്ങൾ നിരീശ്വരവാദിയാക്കേ, വിശ്വാസമില്ലാത്തവരാക്കേ, ഇനി അല്ല ശാപം കിട്ടിയ പറയേ, അത് സംഭവിക്കട്ടെ, നമ്മളായി കുറച്ചവനായി, അത്ര ഇതിന് പറയാനുള്ളൂ. കാരണം ഇതൊന്നും ഞാൻ ഇത് കിട്ടിയപ്പോ തന്നെ ഞാൻ കണ്ടത് തന്നെ, കണ്ടപ്പോ തന്നെ ഞാൻ അയച്ചറി പറഞ്ഞിട്ടില്ലെങ്കിൽ
എങ്ങനെ പറയാതിരിക്കും? കുറെ ആൾക്കാരെ പൊട്ടന്മാരാക്കുക. ഇനി പൊട്ടന്മാരാകേണ്ടവർ പോയി ആയിക്കോളി, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അഭിപ്രായത്തിൽ പൊട്ടത്തരാണ്. അതല്ല നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടം. അതായത് മതവും മതത്തിന്റെ ആചാരങ്ങളും അത് പ്രീഷ്യസ് ആയിട്ട് കൊണ്ടുനടക്കേണ്ടതാണ്. അത് ആരുടെയെങ്കിലും കച്ചവടത്തിന് വേണ്ടിയിട്ടോ മറ്റേ ഈ ഇഹലോകത്തുള്ള എന്തെങ്കിലും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നിറവേറ്റാനുള്ളതല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കി. ഇവര് പറയുന്ന പേരുകളും ഇപ്പൊ നിബിധങ്ങളെ പറയുമ്പോൾ ഇവർക്കൊക്കെ ഒരു കളങ്കം ഉണ്ടാക്കണത്. ഇങ്ങനെ ഈ കേൾക്കാൾക്കാരൊക്കെ കളിയാക്കുമ്പോ അവർ ഉൾപ്പെടുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണില്ല. ഒരു സമൂഹം മുഴുവൻ അതില് നീ കാണിച്ചെടുക്കുന്നതിന് പൈസ വേണ്ടോ എന്ന് നമുക്കറിയില്ല. കാണിച്ചെടുക്കിന് വാങ്ങൂല, അതൊക്കെ കാണിച്ചെടുത്ത അവസാനം ഇത് വാർക്കല. എന്നിട്ട് അതിന് വെള്ളം മുക്കിയ വെള്ളം കുടിക്കുക, മറ്റേ വെള്ളം ദിവാർക്കലും വിശ്വസിക്കലും. ഇപ്പൊ നിങ്ങൾക്ക് പൈസ കൊടുക്കണേ കൊടുത്തോളി, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ വെറും പൊട്ടന്മാരാവണേ. 1 2 അല്ലെങ്കിൽ 10 ആളുകൾ ചെയ്യുമ്പോൾ. ഈ വീഡിയോയുടെ കമന്റ് എടുത്ത് നോക്കിയാൽ അവിടെ കമന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മൊത്തം മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരന്മാരാണ്. കാരണം അവരുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഇസ്ലാമിനെ കുറിച്ച് കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട് വീഡിയോ. അവര് പറയുന്ന കമന്റ് മദ്രസ പൊട്ടന്മാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറെ കമന്റ് വന്നിട്ടുള്ളത്. അല്ല അതിപ്പോ എന്താ വെച്ചാല് വേറെ കാര്യം, അത് മറ്റുദ്ദേശം ഉണ്ടെങ്കിൽ പോലും അതിനൊരു അവസരം നമ്മളായിട്ട് എന്ത് ഉണ്ടാക്കി കൊടുക്കണം. അതെ, മദ്രസ പൊട്ടന്മാരെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇത് ലോജിക്കൽ അല്ലാത്ത സാധനം എന്നുള്ള അറിയാം. പക്ഷെ മദ്രസയിൽ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. ഞാൻ പഠിച്ച മദ്രസയിൽ ഇതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഇത് ആളുകൾ എന്ത് ചെയ്യണേ, ഇത് മൂന്നാമതൊരാൾ കമന്റ് കാണുമ്പോ ശരിയാണല്ലോ മദ്രസയിൽ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്, അതുകൊണ്ട്. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന ഒരു എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, ഒരു ഐഡിയോളജിയാണ്. അതിനെ എന്താ പറയാ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ എന്താ പറയാ അവഹേളിക്കാനും മറ്റുള്ളവർക്ക് ഒരു തമാശയാക്കി മാറ്റാൻ ഇപ്പൊ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോ കണ്ടന്റുകള് മതത്തിനെ തമാശയാക്കുന്ന, മതത്തിനെ അവഹേളിക്കുന്ന രീതിയിൽ വരുന്നു. അതും ഈ മതത്തിന്റെ പണ്ഡിതർ നിന്ന്. അതായത് നിരീശ്വരവാദികൾ മതത്തിനെ ക്രൂശിക്കുന്നുണ്ട്. അത് അവര് ക്രൂശിക്കുന്ന അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ തന്നെ നമ്മളെ കളിയാക്കുക, മുസ്ലിംസ് തന്നെ മുസ്ലിങ്ങളെ കളിയാക്കാം, മുസ്ലിംസ് തന്നെ മുസ്ലിം മതത്തിനെ അവഹേളിക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്ന് പറയുന്നത്. ക്രിസ്ത്യൻസിനാണ് രോഗം മാറുന്ന സംഭവങ്ങൾ. അതായത് എത്ര വർഷങ്ങൾ അനങ്ങാൻ പറ്റുന്നത് നമ്മൾ കാണാം. നട്ടല് ആൾക്കാരൊക്കെ നീച്ചു പായണ കുത്തി ഓർഡറൊക്കെ നമ്മൾ കാണും. അതേപോലെ മുസ്ലിംസിലാണെങ്കിൽ ഇതുപോലെ ജിന്നു ഒഴിപ്പിക്കൽ, ഇത്തരത്തിലുള്ള സാധനങ്ങൾ. ഹിന്ദുസിലാണെങ്കിൽ പല ആൾക്കാരും ദൈവം കയറി ഇതൊക്കെ പറഞ്ഞിട്ട് കടന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇതൊക്കെ എല്ലാ മതങ്ങളിലും ഉണ്ട്. പക്ഷെ അത് ചെയ്യുന്ന ആളുകൾ ഭൂലോകം ഉണ്ടാക്കന്മാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിന് ആ മതത്തിനെ പറഞ്ഞ കാര്യം. ഇപ്പൊ ക്രിസ്ത്യൻസിനെ മൊത്തം നമ്മൾ അത് നല്ല രീതിയിൽ ആ വിശ്വാസം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഹിന്ദുസിന് നല്ല രീതിയിൽ വിശ്വാസം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, മുസ്ലിംസിലും ഉണ്ട്. അപ്പൊ അത് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കുക. പക്ഷെ ഇത്തരം പൊട്ടത്തരങ്ങൾ കാണിക്കുന്നതിനെ പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് പറയുന്നത്. അപ്പൊ ഇനിയും ഇങ്ങനത്തെ കണ്ടാൽ ഞങ്ങൾ പറയും. അതെ, അതിന് നിങ്ങൾക്ക് മതവിരുദ്ധരായിട്ടത് കൊണ്ടല്ല, മതത്തിനോടും സമൂഹത്തിനോടും പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ്. പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ്. അതുള്ളതുകൊണ്ടാണ്.